സ്റ്റോറി ടെല്ലിങ്ങിൽ നെക്സ്റ്റ് വരുന്നത് ദി സ്റ്റോറി ഓഫ് ഷഹസാദ്. ഇപ്പം സ്റ്റോറി ഓഫ് ഷഹസാദ് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് മിഡിൽ ഈസ്റ്റേൺ, സൗത്ത് ഏഷ്യൻ, നോർത്ത് ആഫ്രിക്കൻ ഫോക്ക് ടെയിൽസിൻ്റെ ഒരു കമ്പൈലേഷനാണ് ദ സ്റ്റോറി ഓഫ് ഷഹർസാദ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അറബിക് ലാംഗ്വേജിലാണ് കമ്പൈൽ ചെയ്തിരിക്കുന്നത്. 8th and 14th സെഞ്ച്വറി റഫ്ലി ആ ഒരു ടൈം പീരീഡിലാണിത് ഈ ഒരു കളക്ഷൻ കമ്പൈൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഷഹർസാദ് എന്ന് പറയുന്നത് ഒരു നറേറ്ററാണ്, അല്ലെങ്കിൽ സെൻട്രൽ ക്യാരക്ടറാണ് ഓഫ് 1001 നൈറ്റ്സ് എന്നുള്ള വർക്കിൽ. അപ്പോൾ ഷഹർസാദ് എന്ന് പറയുന്നത് കിങ് ഷഹറിയാറുടെ വൈഫാണ്. ആൻഡ് ടു സേവ് ഹെർസെൽഫ്, അതായത് നമ്മുടെ രാജാവിൻ്റെ, അതായത് കിങ് ഷഹറിയാറിനെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യ വഞ്ചിച്ചു. സോ അദ്ദേഹം എന്തോ ചെയ്തെന്ന് വെച്ചാൽ ആ ഒരു വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു കൈൻഡ് ഓഫ് റിവഞ്ച് ഇദ്ദേഹത്തിൻ്റെ മൈൻഡിൽ വരുവാണ്. അതായത് ആരെയും ഇനി കണ്ണടച്ച് വിശ്വസിക്കരുത് അല്ലെങ്കിൽ സ്നേഹിക്കരുത്. സോ അതിനുവേണ്ടി അദ്ദേഹം കണ്ടുപിടിച്ചൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും എന്ത് ചെയ്യുക, ഓരോ പെൺകുട്ടിയെ കല്യാണം കഴിക്കുക, എന്നിട്ട് മോർണിംഗ് ആകുമ്പോഴത്തേക്ക് അവരെ കൊല്ലുക. അപ്പോൾ ഓരോ ദിവസവും ഓരോ ബ്രൈഡായിരിക്കും വരുന്നത്. സോ അങ്ങനെ ഷഹർസാദിനെ കല്യാണം കഴിക്കുന്നു. അപ്പോൾ ഷഹർസാദ് ഇൻ ഓർഡർ ടു സേവ് ഹെർസെൽഫ് ഫ്രം ഡെത്ത് എന്ത് ചെയ്യാണ്, ഓരോ ദിവസവും ഓരോ കഥകൾ രാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. സോ സസ്പെൻസിലായിരിക്കും മോർണിംഗിൽ നിർത്തുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, കൊല്ലാൻ പറ്റത്തില്ല രാജാവിന്. അടുത്ത ദിവസം രാത്രി എന്ത് ചെയ്യും, ഈ കഥയുടെ ബാക്കി ഷഹർസാദ് നറേറ്റ് ചെയ്യണം. സോ അങ്ങനെ 1001 നൈറ്റ്സ് 1 നൈറ്റ് എന്ത് ചെയ്യുവാണ്, ഷഹർസാദ് ജീവിച്ചിരുന്നു. അതായത് ഈ കഥ പറഞ്ഞ് മാത്രം. സോ ആ ഒരു എക്സിക്യൂഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവർ പറഞ്ഞ കഥകളെയാണ് നമ്മൾ 1001 നൈറ്റ്സ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്, 1001 രാത്രികൾ. അപ്പോൾ ഈ കഥകളെന്ന് പറയുമ്പോൾ പല ടൈപ്പ്, നമുക്കറിയാവുന്ന ആലിബാബയുടെ കഥകളുണ്ട്, പിന്നെന്താണ് മറ്റേ ജീനിയുടെ കഥകൾ, മാജിക് ലാമ്പിൻ്റെ കഥകൾ, ഇതെല്ലാമാണ് ഇതിനകത്ത് വരുന്നത്. സോ മിഡിൽ ഈസ്റ്റേൺ, സൗത്ത് ഏഷ്യൻ, നോർത്ത് ആഫ്രിക്കൻ കുറേ ഫോക്ക് ടെയിൽസ് എല്ലാം കൂടെ അറബിക് ലാംഗ്വേജിൽ കമ്പയർ ചെയ്തേക്കുന്നതാണ് ഈ 1001 നൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റോറി ഓഫ് ഷഹർസാദിൻ്റെ, അതായത് ഈ ഷഹർസാദിൻ്റെ സ്റ്റോറിയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം കുറച്ച് സ്റ്റോറി ഓഫ് ഷഹർസാദ് എന്ന് വെച്ചാൽ കുറച്ച് ഫോക്ക് ടെയിൽ സ്റ്റോറീസാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഫ്രം ഇറാൻ മെഡീവൽ സ്റ്റോറീസാണ് പറഞ്ഞു പോയേക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോറീസിനകത്ത് എല്ലാ ആളുകൾക്കും, എല്ലാ ഏജസിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റോറീസാണ് ഉള്ളത്. കുറച്ച് ഇൻസ്പിറേഷണൽ സ്റ്റോറീസും ഉണ്ട്. അപ്പോൾ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ട്രാൻസ്ഫർമേറ്റീവ് പവറാണ് ഈ ഒരു സ്റ്റോറി ഓഫ് ഷഹർസാദിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് കഥ പറഞ്ഞ് എങ്ങനെയാണ് ഒരു സ്ത്രീ അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ജീവൻ നിലനിർത്തി 1001 രാത്രികൾ കൊണ്ടുപോയത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ആ രാജാവിൻ്റെ ആ ഒരു റിവെഞ്ച് മെൻറ്റാലിറ്റിയിൽ നിന്ന് രാജാവിനെ മാറ്റിയതെന്നും, പിന്നെ അതുപോലെ തന്നെ ആ കിങ്ഡത്തെ എങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ക്രൂവൽറ്റിയിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നുള്ളതുമാണ് ഈ പറയുന്നത്. അപ്പോൾ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ആ ഒരു പവറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലസിലുള്ളവരും കിങ്ഡത്തിലുള്ളവരും എല്ലാവരും ഭയങ്കര ടെൻസ്ഡായിട്ട് നിൽക്കുവാണ്. ബിക്കോസ് കിങ് ഷഹറിയർ ഒരു ഹാർഷ് റൂൾ ഇമ്പോസ് ചെയ്തു. അങ്ങനെ ആ എൻറ്റയർ കിങ്ഡം എന്താണ്, ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് സൈലൻറ്റ് ഫിയർ. രാജാവായതുകൊണ്ട്, അതായത് എന്തുമായിരുന്നു ഫിയർ എന്ന് വെച്ചാൽ ഓരോ ദിവസം രാത്രി ഓരോ ബ്രൈഡിനെ കൊണ്ടുവരുന്നു, കല്യാണം കഴിക്കുന്നു, രാവിലെ ആകുമ്പോഴത്തേക്കും അവരെ കൊല്ലുന്നു. സോ അങ്ങനെ തന്നെ ഭയങ്കര ഫിയറിലാണ് അവിടുത്തെ സിറ്റിസൺസ് താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു ഡാർക്ക് മൂഡിലാണ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ എല്ലാവരുടെ ഉള്ളിലും ആൻസൈറ്റിയാണുള്ളത്. രാജാവിൻ്റെ ആ ഒരു ഇമോഷണൽ പെയിൻ ഹോൾ സൊസൈറ്റി അല്ലെങ്കിൽ കിങ്ഡത്തിനെ എഫക്റ്റ് ചെയ്യുവാണ്. അതായത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു പെയിൻ അല്ലെങ്കിൽ ട്രോമ ഒരു പബ്ലിക് ക്രൈസിസ് ആയിട്ട് മാറുന്നു. സോ ഫിയറും ട്രാൻസ്ഫർമേഷനും, അല്ലെങ്കിൽ ഫിയർ ആണ് ഇതിനകത്ത് സെൻട്രൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇനി പണ്ട് ഈ രാജാവ് ഒരു കൈൻഡ് റൂളറായിരുന്നു. പിന്നീട് അദ്ദേഹം ആഫ്റ്റർ ബിട്രയൽ, അദ്ദേഹത്തിൻ്റെ വൈഫ് ബിട്രേ ചെയ്തതിന് ശേഷമാണ് ക്രൂവലായി മാറുന്നത്. സോ ഹി മാരീസ് എ ന്യൂ വുമൺ എവറി ഡേ അല്ലെങ്കിൽ ഈച്ച് നൈറ്റ് ആൻഡ് എക്സിക്യൂട്ട്സ് ഹെർ അറ്റ് മോർണിംഗ്. അപ്പോൾ ഒരു കൈൻഡ് ഓഫ് സൈക്കോളജിക്കൽ ഡാമേജ് ആണ് അദ്ദേഹത്തിന് പറ്റിയിരിക്കുന്ന മൈൻഡിൽ. അതായത് റിവെഞ്ച് എടുക്കുവാണ് അദ്ദേഹം, പക്ഷേ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകളുടെ മുകളിൽ, അല്ലേ? അപ്പോൾ ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ ഇദ്ദേഹത്തിൻ്റെ ട്രസ്റ്റ് നഷ്ടപ്പെട്ടു. അതാണ് മാരേജ്, ഡെത്ത്, ഇങ്ങനെ റെപ്പറ്റീഷൻ പോലെ, ഇങ്ങനെ ഒരു ക്രൂവൽറ്റി പോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇദ്ദേഹം. അപ്പോൾ അത് ഇൻജസ്റ്റിസ് ആണ്, അല്ലേ? ഇനി അങ്ങനെ ഫാമിലീസ് എല്ലാം സഫർ ചെയ്യാൻ തുടങ്ങി. അണ്ടർ ദ കിങ്സ് റൂൾ ഹാപ്പിനെസ് ലാൻഡിൽ നിന്ന് തന്നെ ഡിസപ്പിയർ ആവാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആളുകളുടെ ഹോപ്പ് ഫെയ്ഡ് ആവാൻ തുടങ്ങി. അപ്പോൾ പവറിൻ്റെ ആ ഒരു എഫക്റ്റാണ്, എങ്ങനെയാണ് പവർ ആളുകളെ ഡാമേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫാമിലിയെ തകർക്കുന്നത്. അപ്പോൾ ആളുകളെല്ലാവരും ഭയങ്കര കെയർഫുള്ളായിട്ട് ജീവിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അവർക്കെല്ലാം ഫ്രീഡം നഷ്ടപ്പെടാൻ തുടങ്ങി. ആൻഡ് ഓൾസോ ആ സമയത്താണ് ഷഹർസാദ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വരുന്നത്. ഷഹർസാദിൻ്റെ അച്ഛൻ വിസിയർ ആയിരുന്നു.
അപ്പം അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഡിസൈഡ്സ് ടു മാരി ദ കിങ് ആൻഡ് ചേഞ്ച് ഹിം ത്രൂ സ്റ്റോറി ടെല്ലിംഗ്. എങ്ങനെയെങ്കിലും രാജാവിനെ മാറ്റിയെടുക്കണം സ്റ്റോറി ടെല്ലിങ്ങിലൂടെ എന്നും പറഞ്ഞ് കടന്നു വന്നൊരു പെൺകുട്ടിയാണ് ഷഹർസാദ്. അപ്പോൾ അതാണ് നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ് അല്ലെങ്കിൽ ഹീറോയിൻ എന്ന് പറയുന്നത്. ഇൻ്റലക്ച്വലും ആണ്, ബ്രേവും ആണ്. അവരുടെ വെപ്പൺ എന്താണ്? ലാംഗ്വേജും ഇമാജിനേഷനുമാണ്. കഥ പറയുന്നതാണ് അവരുടെ വെപ്പൺ എന്ന് പറയുന്നത്. സോ അവരിലൂടെ ഹോപ്പ് എങ്ങനെയാണ് ഈ കിങ്ഡത്തിൽ വരുന്നത് എന്നാണ് കാണിക്കുന്നത്. സോ അവരൊരു സെൽഫ് സാക്രിഫൈസ് ചെയ്തെയാണ് എന്തിനു വേണ്ടി? സൊസൈറ്റിയുടെ ഓൺ ഗുഡിന് വേണ്ടി. ആൻഡ് ഫസ്റ്റ് സ്റ്റോറീസ് പറയാൻ തുടങ്ങി. രാവിലെ ആകുമ്പോൾ നിർത്തും ഒരു സസ്പെൻസോട് കൂടി. അപ്പോൾ രാജാവിന് എന്ത് ചെയ്യണം? ഇനിയും ആ കഥയുടെ ബാക്കി കേൾക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി വരും. അപ്പോൾ വീണ്ടും നൈറ്റിൽ എന്ത് ചെയ്യുക? കഥയുടെ ബാക്കി ഇവർ പറയും. അങ്ങനെയാണ് ഓരോ ദിവസം രാത്രിയിലാണ് കഥ പറയുന്നത്, രാവിലെ വരെ പറയും. രാവിലെ ആകുമ്പോഴത്തേക്ക് ഒരു സസ്പെൻസിൽ അങ്ങ് നിർത്തും. അപ്പോൾ അതാണ് ആരുടെ നറേറ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഷഹർസാദിൻ്റെ കഥ പറയുന്ന ആ ഒരു നറേഷൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഒരു ക്ലിഫ് ഹാങ്ങറിൻ്റെ അവിടെ കൊണ്ട് നിർത്തും, അതായത് ഒരു ട്വിസ്റ്റിൽ കൊണ്ടങ്ങ് സസ്പെൻസിൽ കൊണ്ടങ്ങ് നിർത്തും. അപ്പോൾ സ്റ്റോറി ടെല്ലിങ് ഒരു സർവൈവൽ ടൂളായിട്ട് മാറുവാണ് ആർക്ക്? ഷഹർസാദിന്. കിങ്ങിൻ്റെ ക്യൂരിയോസിറ്റിയാണ് ഇവരെ ലൈഫ് പ്രൊലോങ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലേ? അപ്പോൾ അവിടെ തൊട്ടാണ് നമ്മുടെ കിങ്ങിൻ്റെ ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ട്രാൻസ്ഫർമേറ്റീവ് പവർ വർക്കൗട്ടായി തുടങ്ങുന്നത്. ഫസ്റ്റ് പറയുന്ന സ്റ്റോറി ആലിബാബയുടെ സ്റ്റോറിയാണ്. ആലിബാബയും 41 കള്ളന്മാരും. അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഗ്രീഡിനെ കുറിച്ചും മോറൽ ജഡ്ജ്മെൻറ്റിനെ കുറിച്ചും അത്യാഗ്രഹത്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വരുന്ന ഒട്ടുമിക്ക സ്റ്റോറീസിനും എല്ലാം ഒരു മോറൽ ഒരു ഉപദേശം പോലെ വെച്ചിട്ടാണ് ഒരു എൻഡിങ് ആണ് ഉള്ളത്, മോറൽ എൻഡിങ്. എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല. അപ്പോൾ ഗ്രീഡിൻ്റെ കോൺസിക്വൻസ് എന്താണ് എന്നതിലൂടെ രാജാവിനെ മറ്റൊരു കാര്യം എന്ത് ചെയ്യുന്നത്, രാജാവിൻ്റെ ഒരു ക്രൂവൽറ്റിയും കൂടെ ഓർമ്മിപ്പിക്കുവാണ് ആര്യ ഷഹർസാദ്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുവാണ് ചെയ്യുന്നത്, അപ്പം സ്റ്റോറി ടെല്ലിങ്ങിലൂടെ. ഓക്കെ, പിന്നെ അടുത്ത സ്റ്റോറി എന്ന് പറയുന്നത് സിൻബാദിൻ്റെ വോയേജസ് ആണ്, ട്രാവൽസ് ആണ്. സ്റ്റോറി ഓഫ് സിൻബാദ്, അതായത് അദ്ദേഹം ട്രാവൽ ചെയ്തു പോകുന്നു, എന്തൊക്കെ കാര്യങ്ങൾ എൻഡ്യൂർ ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ്, സർവൈവൽ എങ്ങനെയാണ്, അതൊക്കെയാണ് സിൻബാദിൻ്റെ സ്റ്റോറിയിലൂടെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ആലിബാബയുടെ സ്റ്റോറി, സെക്കൻഡ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ സിൻബാദിൻ്റെയാണ്. അപ്പം സിൻബാദിൻ്റെ സ്റ്റോറിക്കകത്തെന്ന് വെച്ചാൽ വിസ്ഡത്തിൻ്റെ പവർ, എങ്ങനെ നമുക്കൊരു ഡിറ്റർമിനേഷനിലൂടെ മുന്നോട്ട് പോവാം, അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്റ്റോറീസ്, പിന്നെ എഫേർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എങ്ങനെയാണ്, ആ സ്ട്രഗിളും ഗ്രോത്തും, ലൈഫ് എന്ന് പറയുന്ന സ്ട്രഗിളും ഗ്രോത്തുമാണ്. സോ അതെങ്ങനെ വരുന്നു, വർക്കൗട്ട് ആവുന്നു. പിന്നെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ എഫേർട്ടിനോടുള്ളൊരു എമ്പതി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് സിൻബാദിൻ്റെ സ്റ്റോറിയിലൂടെ വ്യക്തമാവുന്നത്. നെക്സ്റ്റ് സ്റ്റോറി എന്ന് വെച്ചാൽ ഫിഷർമാനും ജീനിയുടെയും സ്റ്റോറിയാണ്. അതായത് ഒരു ഫിഷർമാനിന് ഒരു കൈൻഡ് ഓഫ് ലാമ്പ് കിട്ടുന്നു, അത് ഉരയ്ക്കുമ്പോൾ എന്താണ് ഒരു ജീനി പുറത്ത് വരുന്നു. സോ അത് ഫിഷർമാൻ്റെ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ജീനിയെ, അതായത് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ ജീനിയെ ഇൻ്റലിജൻസിലൂടെ കീഴ്പ്പെടുത്താൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ക്ലവർനെസ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലാതെ ഫോഴ്സിനോ അല്ലെങ്കിൽ വയലൻസിനോ അല്ല. അപ്പോൾ ഇത് വീണ്ടും ഷഹർസാദ് ഇൻഡയറക്ട്ലി ആരെ എയിം ചെയ്ത് പറയുവാണ്, രാജാവിന് കൊടുക്കുന്ന മോറൽ ഉപദേശങ്ങളാണ് കേട്ടോ. സെൽഫ് കൺട്രോളിനെ കുറിച്ചും വയലൻസ് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം ഇൻ്റലിജൻസിലൂടെ എന്നും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഷഹർസാദും കിങ്ങും തമ്മിലുള്ള ഒരു കൈൻഡ് ഓഫ് ഡിബേറ്റ് ആണ് ഇൻഡയറക്ട്ലി ഇവിടെ സൈലൻ്റ് ആയിട്ട് ഹാപ്പൻ ചെയ്യുന്നത്. പക്ഷേ രാജാവ് പതുക്കെയാണ് ഇത് മനസ്സിലാക്കി എടുക്കുന്നതെന്നേ ഉള്ളൂ. ഓരോ സ്റ്റോറീസ് എന്ന് പറയുന്നതും ഇറ്റ് ഈസ് എയിംഡ് അറ്റ് ദി കിങ് ആൻഡ് ഈച്ച് സ്റ്റോറി എന്ന് പറയുന്നത് ടീച്ചസ് ദ കിങ്. ഓക്കെ, അതായത് ഓരോ മോറൽ ലെസൺസ് ആണ്, രാജാവിനെയാണ് ഇത് എയിം ചെയ്തേക്കുന്നത്. പിന്നെ പതുക്കെ ഗ്രാജുവലായിട്ട് രാജാവിൻ്റെ ദേഷ്യം പതുക്കെ മാറാൻ തുടങ്ങി ആൻഡ് ആളുകളുടെ ഇടയിൽ ഹോപ്പ് വരാൻ തുടങ്ങി. അപ്പോൾ ട്രാൻസ്ഫർമേഷൻ വളരെ സ്ലോ ആൻഡ് ഗ്രാജുവൽ ആണ്, സഡൻ അല്ല. പതുക്കെ എന്ത് ചെയ്യാണ്, ഇദ്ദേഹത്തിൻ്റെ ഇമോഷൻസിനെ ഇവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നു ആൻഡ് ഒരു ഹോപ്പ്ഫുൾ കണ്ടിന്യൂവേഷനാണ് ഓരോ മോർണിംഗ് ഇവർക്ക് തോന്നിയത്. ഓക്കെ, ഒരു സൈക്കോളജിക്കൽ ഹീലിംഗ് ആണ് അവർ ഈ കഥ പറച്ചിലൂടെ ഇവിടെ നടത്തിയെടുത്തിരിക്കുന്നത്. ആൻഡ് അങ്ങനെ കിങ്ഡം മൊത്തം സേവ് ആവുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഷഹർസാദിനെ കൊന്നാലല്ലേ അടുത്ത പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റൂ. പക്ഷേ ഷഹർസാദിൻ്റെ ലൈഫ് ഇങ്ങനെ സ്റ്റോറീസിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്ത് ചെയ്യുവാണ്, അവിടെ ആ വയലൻസ് അല്ലെങ്കിൽ രാജാവിൻ്റെ ക്രൂവൽറ്റിക്ക് അവിടെ ഒരു എൻഡ് വരുവാണ് ചെയ്യുന്നത്. ഷഹർസാദ് സ്റ്റോറീസ് വെച്ചിട്ട് ലൈഫ് ലെസൺസ് പറയുവാണ്. ഡയറക്റ്റായിട്ട് നമ്മൾ ഒരാളെ പ്രീച്ച് ചെയ്യുക അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ആർക്കായാലും ദേഷ്യം വരും. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു രാജാവാണെന്നുണ്ടെങ്കിൽ ഹി വോണ്ട് അക്സെപ്റ്റ് ഇറ്റ് അറ്റ് ഓൾ, അല്ലേ? പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ ഇൻഡയറക്റ്റായിട്ട് ലൈഫ് ലെസൺസ് കാണിക്കുവാണ്. അപ്പം സ്റ്റോറീസിലൂടെ ഒരു ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരുന്നു. ഒരു ഇൻഡയറക്റ്റ് ടീച്ചിങ് ആണ് എഫക്റ്റീവായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പം ലാംഗ്വേജിനെ അല്ലെങ്കിൽ ആർട്ടിനെ ഒരു ടൂളായിട്ട് മാറ്റിയേക്കുവാണ്, ചേഞ്ച് അല്ലെങ്കിൽ റീഫോമിനുള്ളൊരു ടൂളായിട്ട് മാറ്റിയേക്കുവാണ്. ഇനി അതുപോലെ തന്നെ അലാദീൻ്റെ സ്റ്റോറീസ് ഇവർ പറയുന്നുണ്ട്, എങ്ങനെയാണ് പവർ ക്യാരക്ടറിനെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രാജാവിൻ്റെ ഓൺ പവറുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്.
പവറിന് എന്താണ് വേണ്ടുന്നത്? റെസ്പോൺസിബിലിറ്റി വേണം അല്ലേ? അതുപോലെ തന്നെ ഒരു സെൽഫ് അവെയർനെസ് വേണം. നമുക്ക് പവറിനെ മിസ്യൂസ് ചെയ്താൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസിനെ കുറിച്ച് റൂളർ അറിഞ്ഞിരിക്കണം. സോ ഇതാണ് അലാദീൻ്റെ സ്റ്റോറി പഠിപ്പിക്കുന്നത്. അപ്പം ഇതും ആരെ എയിം ചെയ്തിട്ടുള്ളതാണ്? നമ്മുടെ രാജാവിനെ എയിം ചെയ്തിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പവറിലൂടെ രാജാവായതുകൊണ്ടുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്യാത്തത്, ഒന്നും തിരിച്ചു പോയി റിട്ടാലിയേറ്റ് ചെയ്യാത്തത് അല്ലേ? അപ്പോൾ ഓരോ സ്ത്രീകളെയും കല്യാണം കഴിക്കുന്ന ആ പവർ എവിടുന്ന് കിട്ടുവാണ്? ആസ് എ കിങ് അദ്ദേഹത്തിന് സിറ്റിസൺസ് കൊടുത്ത പവറാണ്. അപ്പോൾ അതാണ് അദ്ദേഹം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദി കോൺസിക്വൻസസ് എന്ന് പറയുന്നത് ആരാണ് ബെയർ ചെയ്യുന്നത്? ദ സിറ്റിസൺസ്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഹർസാദ് എന്താണ്? അപ്പം കുഞ്ഞു കുഞ്ഞു ഐഡിയാസിലൂടെ രാജാവിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പോൾ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുവാണ്. ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ചേഞ്ചസ് അല്ല, സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു കൈൻഡ് ഓഫ് പെർസുവേഷൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ആണ് ഇവർ ചെയ്യുന്നത് രാജാവിൻ്റെ മുകളിൽ. ആൻഡ് കിങ് എന്ത് ചെയ്യാൻ തുടങ്ങി? ഹി സ്റ്റാർട്ടഡ് റിയലൈസിങ് ഹിസ് മിസ്റ്റേക്സ് ഹിംസെൽഫ്. അപ്പോൾ ഒരു ഇൻറ്റേർണൽ ട്രാൻസ്ഫോർമേഷൻ ആർക്ക് വരുവാണ്? രാജാവിന് വരുവാണ്. ഇനി ഓവർ ടൈം ഷഹർസാദ് സർവൈവ് ചെയ്യുന്നു, സൊസൈറ്റി പതുക്കെ റിക്കവർ ചെയ്യുന്നു. എന്നുവെച്ചാൽ സമയം എടുത്തിട്ടാണ് ട്രാൻസ്ഫോർമേഷൻ ഹാപ്പൻ ചെയ്യുന്നത്. അപ്പോൾ ബോത്ത് റൂളറിനെയും പീപ്പിളിനെയും സിറ്റിസൺസിനെയും ഈ സ്റ്റോറീസ് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യുക? ആളുകളുടെ മനസ്സിലെ ഫിയർ കുറഞ്ഞു, ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. മറ്റേതൊരു സൈലൻസ് ആയിരുന്നു കിങ്ഡം ഫുള്ള്. അപ്പം കമ്മ്യൂണിറ്റി ഫുള്ള് ഹീൽ ചെയ്യാൻ തുടങ്ങി അല്ലേ? അങ്ങനെ ഷഹർസാദ് കോമൺ പീപ്പിളുമായിട്ട് പതുക്കെ കണക്ട് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ലാസ്റ്റ് അവർ ഒരു സ്റ്റോറി അബൌട്ട് ജസ്റ്റിസ് ആൻഡ് കെയർഫുൾ ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അത് ജസ്റ്റിസിനെ കുറിച്ചും അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്നും ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോ കിങ്ങിന് അദ്ദേഹത്തിൻ്റെ ഓൺ ആക്ഷൻസ് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ടൈമായി. അതാണ് ഫൈനൽ സ്റ്റോറി എന്ന് പറയുന്നത്. ക്ലൈമാക്സിലോട്ട് പോകുന്ന സ്റ്റോറി. ഷഹർസാദ് എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ കിങ് ഷഹരിയർ എന്ത് ചെയ്യാണ്? ചേഞ്ച് അഡ്മിറ്റ് ചെയ്യുന്നു, ക്രൂവൽ പണിഷ്മെൻറ്റ്സ് എല്ലാം എൻഡ് ചെയ്യുന്നു. ആൻഡ് എന്താണെന്ന് വെച്ചാൽ മാറ്റം, ഹ്യൂമൻ ബീങ്സിന് ആ ഒരു കപ്പാസിറ്റി ഉണ്ട്. ജസ്റ്റിസിനെ റിവഞ്ചിനെ റീപ്ലേസ് ചെയ്യുകയാണ് എന്തെന്ന് പറയുന്നത്? ജസ്റ്റിസ്, അതായത് നീതി എന്ന് പറയുന്നത്. അങ്ങനെ രാജാവ് മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഷഹർസാദ് എന്ത് ചെയ്യുവാണ്? ഷീ കണ്ടിന്യൂസ് ലിസ്ണിംഗ് ടു പീപ്പിൾ ആൻഡ് ഷേപ്പിംഗ് പോളിസീസ്. അവർ കഥ ഇവിടെ നിർത്തിയെങ്കിലും, പക്ഷേ അതായത് അവർ ഈ കഥ പറച്ചിൽ നിർത്തിയെന്നുണ്ടെങ്കിൽ ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഓർഡിനറി ആളുകളുടെ ഇടയിലോട്ട് പോയി നിന്ന് അവരുടെ സ്റ്റോറീസും അവരുടെ എന്താ പറയുക ലൈഫും എല്ലാം എന്താണ് ഇങ്ങനെ വാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ ക്യൂനാണ്. അപ്പോൾ ഗുഡ് ലീഡർഷിപ്പിന് എന്ത് വേണം? കണ്ടിന്യൂസ് ലേണിംഗ് ആവശ്യമാണ്. അപ്പം പീപ്പിൾ സെൻറ്റേർഡ് ഗവർണൻസ്, ആളുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഗവർണൻസ് ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആളുകളുടെ ഇടയിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇറങ്ങിച്ചെല്ലണം. സോ അത് ഷഹർസാദ് പിന്നീടും കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സ്റ്റോറീസ് ഇവരിൽ നിന്ന്, ആളുകളിൽ നിന്ന് അവരുടെ സ്റ്റോറീസ് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇവർ പഠിക്കാൻ തുടങ്ങി. അതായത് ഡെമോക്രാറ്റിക് വാല്യൂസ് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറി ടെല്ലിങ്, അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യാണ് എന്താണ് ഈ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന അവരുടെ, അതായത് ഈ ഒരു രാജ്യം എന്ന് പറയുന്നത് ഇവരുടെ ലൈഫ് ടൈം കഴിഞ്ഞാലും ഈ ഒരു രാജ്യം നല്ലപോലെ എക്സിസ്റ്റ് ചെയ്യണം. സോ അവരെന്ത് ചെയ്യണം? അതിനു വേണ്ടിയുള്ള പോളിസീസ് എങ്ങനെയാണ് സ്റ്റോറീസിലൂടെ ഇവർ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഡെയിലി ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി, ആളുകൾ തമ്മിൽ ട്രസ്റ്റ് വരാൻ തുടങ്ങി, ആളുകൾ തമ്മിൽ ഇൻട്രാക്ഷൻസ് വരാൻ തുടങ്ങി, അവർ പരസ്പരം സ്റ്റോറീസ് ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഓർഡിനറി പീപ്പിളിനും ഡെയിലി ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അങ്ങനെ അതുവഴി സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ട്രസ്റ്റ് റീബിൽഡ് ചെയ്യാൻ ആർക്ക് പറ്റി? ഷഹർസാദിന് പറ്റി. അപ്പോൾ സ്റ്റോറീസ് മോറൽ എഡ്യൂക്കേഷൻ ടൂൾസുമായിട്ട് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങി അല്ലേ? അപ്പോൾ ടോപ്പ് ഡൗണിൽ നിന്ന് തന്നെ മാറ്റങ്ങൾ വരാൻ കിങ്ഡത്തിൽ സാധിച്ചു. അപ്പോൾ ഷഹർസാദ് കെയർഫുള്ളി സ്റ്റോറീസ് ക്രാഫ്റ്റ് ചെയ്തു. ഇമോഷണൽ കണക്ഷൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയാണ് ഷഹർസാദ്. അതാണ് ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് റിലേറ്റബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് രാജാവിൻ്റെ മനസ്സിൽ ഒരു എമ്പതി ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ രാജാവിനെ ഇവർ മാറ്റിയെടുത്തത്. ഒരു ഇമോഷണൽ എൻഗേജ്മെൻറ്റ് ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ അതിന് അതായത് ടെക്നിക്കാണ് എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ് ഇവിടെ പറയുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഗ്രാജുവലി ട്രാൻസ്ഫോർമേഷൻ നടന്നത്. അപ്പോൾ കിങ്ങും ഒഫീഷ്യൽസും ഇപ്പോൾ കുറച്ചും കൂടെ തോട്ട്ഫുള്ളായി, പോളിസീസൊക്കെ കുറച്ചും കൂടി സോഫ്റ്റൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ റൂളർ തൊട്ട് അഡ്മിനിസ്ട്രേഷൻ വരെ ചേഞ്ച് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ഒരു നല്ല രീതിയിലൊരു മാറ്റം ഗവർണൻസിൽ വന്നു, റൂളിൽ വന്നു. അപ്പോൾ ജസ്റ്റിസ് കുറച്ചും കൂടി ഹ്യൂമെയിനായിട്ട് മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കുറച്ചും കൂടി മനുഷ്യത്വപരമായിട്ടുള്ള രീതിയിൽ നീതിയെ മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ കമ്മ്യൂണിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻസ് ഡെവലപ്പ് ചെയ്തു. പിന്നെന്താണ്? ഒരു ഫെയർനെസ് വന്നു സൊസൈറ്റിയിൽ. അപ്പം അതായത് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ആളുകളുടെ ഇടയിലും ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് കൊണ്ടുവന്നു. ആൻഡ് അതൊരു സ്റ്റേബിൾ സൊസൈറ്റിയെ ബിൽഡ് ചെയ്തു. അപ്പോൾ ഫൈനൽ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ സ്റ്റോറി എന്ന് പറയുന്നത് പേഷ്യൻസിനെയാണ് എംഫസൈസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോറി ടെല്ലിംഗ് ആണെന്നുണ്ടെങ്കിലും എംപതി ആണെന്നുണ്ടെങ്കിലും നമുക്ക് അതിലൂടെ വയലൻസിനെ സ്റ്റോപ്പ് ചെയ്യാനും ട്രസ്റ്റ്, അതായത് വിശ്വാസത്തിനെ റീബിൽഡ് ചെയ്യാനും സഹായിച്ചു.
അപ്പോൾ പവർ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ് ഇതിനകത്ത് സെൻട്രൽ തീം എന്ന് പറയുന്നത്. സ്പീച്ചിൻ്റെ മോറൽ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച്, ലാംഗ്വേജിൻ്റെ മോറൽ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് പറയുന്നു. പേഷ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ദാൻ റിവെഞ്ച്, അല്ലേ? പേഷ്യൻ്റായിട്ട് വളരെ ക്ഷമയോടുകൂടി ഷെഹർസാദ് കഥ പറഞ്ഞതുകൊണ്ടാണ് ആ രാജാവിൻ്റെ റിവെഞ്ച് മെൻറ്റാലിറ്റി ഇവർക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചത്. അതായത് കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് എന്തും മാറ്റിയെടുക്കാൻ സാധിക്കും, അതാണ് ഇവിടെ ഇമ്പോർട്ടൻസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓവറോൾ തീം എന്ന് പറയുന്നത് പവർ ഓഫ് സ്റ്റോറി ടെല്ലിംഗ്, റിഡംഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർമേഷൻ വരുന്നുണ്ട്, ജസ്റ്റിസും റിവെഞ്ചും തമ്മിലുള്ളൊരു കമ്പാരിസൺ വരുന്നുണ്ട്. പിന്നെന്താണ്, എംപതി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹ്യൂമൻ ബീയിങ്സുമായിട്ടൊരു കണക്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് പവർ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് ഉള്ള, അല്ലെങ്കിൽ ഇതാണ് ഈ ഒരു സ്റ്റോറി ഷെഹർസാദിലൂടെയാണ് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ട്രാൻസ്ഫർമേറ്റീവ് പവറിനെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കുന്നത്.